ഞാൻ തൗബ ചെയ്തു എന്ന് നാവുകൊണ്ട് ഇങ്ങനെ വെറുതെ പറഞ്ഞാ പോരാ. 4 നിബന്ധനകൾ ഒരാൾ പാലിക്കണം. അത് കുറച്ച് പ്രയാസമുള്ളതാണ്. 1, ആത്മാർത്ഥമായിരിക്കണം. തൽക്കാലത്തിന് ഈ മാസം കയ്യോളത്തിനല്ല, എന്നേക്കുമായി വിട പറയണം. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പാപം തൽക്കാലം നോമ്പായതുകൊണ്ട് നിർത്തിയതാണോ? തൗബയാകൂല. തൗബയാകണമെങ്കിൽ ഇഖ്ലാസ് ഉണ്ടാവണം. എന്നേക്കുമായി സ്റ്റോപ്പ് ചെയ്യണം. ഇഖ്ലാസ് ഉണ്ടായിരിക്കണം. 2, ഖേദം ഉണ്ടാവണം. ചെയ്തതിൽ അഭിമാനം ഉണ്ടാകാൻ പാടില്ല. ഞാൻ ഓനെ പറ്റിച്ചു, ഞാൻ ആരാ മോൻ, ഞാൻ അങ്ങനെ ചെയ്തവനാണ്, ഞാൻ ആരാ മോൻ. അങ്ങനെ നമ്മൾ ചെയ്ത തെറ്റുകളുടെ പേരിൽ ഒരു അഭിമാനബോധം തോന്നാൻ പാടില്ല. ഖേദം തോന്നണം, സങ്കടം തോന്നണം. ഞാൻ ഇത്ര മോശമാകാൻ പാടില്ലായിരുന്നു, ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ല, ഞാൻ അങ്ങനെ ചിന്തിക്കാൻ പാടില്ലായിരുന്നു. ഖേദം ഉണ്ടാവണം. 3, ഇനി ഒരിക്കലും ഞാൻ അതിലേക്ക് മടങ്ങൂല എന്ന് ഉറച്ചു തീരുമാനിക്കണം. അതിന് നമ്മുടെ ചങ്ങായിമാര് ശല്യമാണെങ്കിൽ ചങ്ങാതിമാരെ വിടണം. അതിന് നമുക്ക് ശല്യം ആരാണെങ്കിൽ ആ ശല്യം നമ്മൾ മാറ്റണം. ഏത് ബന്ധങ്ങളാണെങ്കിൽ ആ ബന്ധങ്ങൾ സ്റ്റോപ്പ് ചെയ്യണം. ഏത് ഇടപാടുകളാണ് നമുക്ക് നമ്മുടെ പാപത്തു നിന്ന് മടങ്ങി വരാനുള്ള പ്രതിസന്ധിയെങ്കിൽ അത് തീർച്ചയായും അടച്ചേ പറ്റൂ. ഇനി ഒരിക്കലും ഞാൻ ഈ തിന്മയിലേക്കില്ലെന്ന് ഖേദിച്ച് പശ്ചാത്തപിച്ച് തീരുമാനമെടുക്കണം. 4, നിങ്ങൾ ചെയ്ത പാപത്തിന്റെ തെറ്റിന്റെ ഗൗരവം ഒരു മനുഷ്യനുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ആ മനുഷ്യനോട് പൊരുത്തം മേടിക്കണം. ആ മനുഷ്യന് കൊടുക്കാനുള്ള അവകാശങ്ങൾ ഉണ്ടെങ്കിൽ അത് കൊടുക്കണം. അയാൾ 1 ലക്ഷം